ചേട്ടത്തിയെ, ചേട്ടത്തി, ചേട്ടത്തി ഇവിടെ ഇല്ലായിരിക്കും. ചേട്ടത്തി കണ്ടിട്ട് എന്താ വേണ്ടത്? അല്ല, മേരിക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നോ? മേരിക്കുട്ടി അല്ലല്ലോ കാണേണ്ടത്, ചേട്ടത്തിയല്ലേ. ചേട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പാലങ്ങ് കൊടുത്തേക്കാമെന്ന് കരുതി. പാലിന് ഞാൻ വരില്ലേ? മേരിക്കുട്ടി കണ്ടില്ല, അതുകൊണ്ട് പാലും കൊണ്ട് ഞാനിങ്ങ് പോന്നു. ഇത്ര നേരം എവിടെയാ പോയിരുന്നേ? പറയാൻ മനസ്സില്ല. എന്നാ പാലും തരാൻ മനസ്സില്ല. ഞാനിങ്ങ് പൗലോച്ചാനോട് മിണ്ടത്തുമില്ല. അതെന്താ? ഇന്ന് എഴുന്നേറ്റ് എടുത്തൂടാ? ഞാൻ ഇന്നലെ എത്ര നേരം കാത്തിരുന്നു. ഓ, അതാണല്ലേ. ഇന്നലെ ഒരു പെരകൂതാശ ഉണ്ടായിരുന്നു. അച്ഛൻ വിളിച്ചാ പോകാതിരിക്കാൻ പറ്റൂ? എന്നാൽ അക്കാര്യം അറിയണ്ടേ? പൗലോച്ചയും വരുമെന്ന് പറഞ്ഞ് ഇന്നലെ കൂതാശ, ഇന്നോ? വല്ല മാമോദിസയും വന്നുകൂടുന്നില്ല. ഇന്നും കൂടി വരാതിരുന്ന ഞാനിനി ഒരിക്കലും മിണ്ടൂല്ല. മേരിക്കുട്ടിയുടെ അമ്മ എനിക്ക് പേടിയാ. അതൊന്നും സാരമില്ല, ഇങ്ങ് വന്നാ മതി. ഞാനൊരു കൂട്ടം എടുത്തു വെച്ചിട്ടുണ്ട്. എന്താ അത്? വൈകുന്നേരം വാ, അപ്പൊ കാണാം. അമ്മ പള്ളി തിരിയെത്തിക്കാൻ പോകുമ്പോ വന്നാ മതി, ഞാൻ കാത്തിരിക്കും. അത് കൊള്ളാവല്ലോ പൗലോച്ച, ഇത് നമുക്ക് പറ്റിയ പണിയല്ല. മേരിക്കുട്ടി പാലിന് വന്ന് പൗലോച്ചൻ പാലുമായിട്ട് ഇങ്ങോട്ട്. വല്യച്ഛൻ അവിടെ കിടന്ന് പൗലോച്ച അവിടെ കിടക്കുന്നു. അയ്യോ, വല്യച്ഛൻ വഴക്ക് പറയും. പാല് പിടിച്ചോ, ഞാൻ പോട്ടെ. ഒറ്റോ മേരിക്കുട്ടി, അങ്ങോട്ട് പോണ്ടി കുഴപ്പമാണ്. അവിടെ അമ്മ വരുന്നുണ്ടെന്ന്. ആടെ വരുന്നു. അയ്യോ, നമ്മളിനി എന്ത് ചെയ്യും? എന്ത് ചെയ്യും? മേരിക്കുട്ടി എന്തോ നിന്റെ അമ്മ ആടെ വരുന്നു. ആ കുരിശ്. പൗലോച്ചനകത്തേക്ക് കയറിക്കോ, അമ്മ എന്നെ കൊല്ലും. അയ്യോ, ഞാനില്ല, എനിക്ക് പേടിയകത്തേക്ക് വരാൻ. ഇപ്പൊ വന്നോളൂന്ന് പറഞ്ഞാ മതി. അയ്യോ, ഞാൻ നുണ പറയൂല. വല്യച്ഛനെ വഴക്ക് പറയും. എന്നാ നീ സത്യം പറഞ്ഞാ മതി. എടി മേരിക്കുട്ടിയെ, നിങ്ങളെ കോഴിക്കോട് എവിടെയാ? ഞാൻ അങ്ങോട്ട് കയറിക്കോളാം. അല്ല, ഇതാരാണ് പൗലോസ? നീ ഇതപ്പോ വന്ന്? ഞങ്ങൾ വന്നിട്ട് ഇപ്പൊ വന്നേ ഉള്ളൂ അമ്മേ. ആദ്യ പ്രസംഗി, നിന്നോട് ആരെങ്കിലും ചോദിച്ചാ? ഞാൻ പറയാൻ ധരിച്ചെടുത്തി. ആരും പറയണ്ട. അല്ല പൗലോസേ, ഞാനിവിടെ നിന്ന് നിനക്കെങ്ങനെ അറിയാം? ഞാനിവിടെ ഇല്ലാത്ത നേരത്താണല്ലോ നിന്റെ ഒരു 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 വരവ്. ഞാൻ പാലും കൊണ്ട് വന്നതാ. പാലുമായി പൗലോസും മേലാൽ ഇവിടെ വരരുത്. പറഞ്ഞത് മനസ്സിലായോ? ആണും തൂണും ഇല്ലാത്ത ഒരു വീട്ടില് പ്രായമായ ഒരു പെങ്കൊച്ചു മാത്രം ഉള്ളപ്പോ കൊച്ചു വർത്താനം പറയാൻ വന്നിരിക്കുന്നു. ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. ത്രേസ്യയുടെ വീട്ടിൽ വന്ന് നിനക്കൊരു തെറ്റും ചെയ്യാൻ ഒക്കത്തില്ലടാ. വെട്ടി നുറുക്കിക്കളെ. അമ്മേ, പൗലോച്ചൻ കേറി പൊടിയാത്ത. അവൾ ഒരു സാക്ഷി പറയാൻ വന്നിരിക്കുന്നു. ആ പൗലോസ് പോ. പോ പൗലോസേ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. എടി എന്തിനവളെ എന്ത് പറഞ്ഞ് ചാടി നീ? ആരാടിയവൻ നിന്റെ? എങ്ങാണ്ടോന്നോ തെണ്ടിത്തിരിഞ്ഞ് വന്നവൻ. ഇന്നോടത് വെച്ച് കെട്ടിക്കോണം. ഞാൻ എന്ത് ചെയ്തെന്ന അമ്മ പറയുന്നത്? നീയേ പ്രായമായ പെണ്ണ. പണ്ടൊക്കെ കൂട്ടം കൂടി നടന്നെന്നും പറഞ്ഞ് ഇനി അതൊക്കെ അങ്ങ് നിർത്തിയേക്കണം. ഒരു വേണ്ടാത്തതും പറയാത്ത ആളാ പൗലോച്ചൻ. എനിക്കിഷ്ടമാ. ആഹാ, നിനക്ക് ഇഷ്ടമല്ലയോടി? അധിക പ്രസംഗം പറഞ്ഞാലുണ്ടല്ലോ ചട്ടകം പഴിപ്പിച്ച് തുടക്കി വെച്ചുകളി. എടി പിഴച്ചവളെ, നിനക്ക് ഇഷ്ടം തോന്നാൻ അവനെ മാത്രമേ കിട്ടിയുള്ളല്ലേ? പൗലോച്ചൻ എന്താ ഒരു കുറവ്? നീ എന്ത് വിചാരിച്ചിട്ടാടി തുടങ്ങിയിരിക്കുന്നത്? ആ കറിയാ നീയെന്ന് വെച്ചാ ചാകാൻ നടക്കുക. അയാൾ ചത്തോട്ടെ, കുടിച്ചും തമ്മിൽ തന്നെ നടക്കുന്നവനല്ലേ. എനിക്ക് വേണ്ട. എടി, നിന്നെ ആർക്ക് കെട്ടിച്ചു കൊടുക്കണമെന്ന് എനിക്കറിയാവടി. മേലാലത്തന്റെ കൂടെ കണ്ടുപോകരുത് നിന്നെ. ഇനി പാല് മേടിക്കാനെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയാലുണ്ടല്ലോ കാലിന്റെ മുട്ടി ഞാൻ തല്ലി ഒടിച്ചു വിളി. പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ലേ അവക്ക് മോഹിക്കാൻ കണ്ട ഒരാളെ. ഡീ, പുളിമൂട്ടിലെ കറിയാനുണ്ടല്ലോ കിരീടം വയ്ക്കാത്ത രാജാവ്.
എന്റെ കർത്താവേ, ആ കൊച്ചനെങ്ങാനും ഇത് അറിഞ്ഞാലുണ്ടല്ലോ, പൗലോസിനെ അവലോസ് വഴിയാക്കി കളയവൻ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ പോരെന്ന്. എവിടെ നിന്നോട് ചോദിച്ചോടാ? ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മേരിക്കുട്ടിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അവൾ നിന്റെ ആരടാ? അവൾ നിന്റെ ആരാ? മണവാട്ടിയോ? ചോദിച്ചു കേട്ടില്ലേ? കേട്ടു. മേരിക്കുട്ടി നിന്റെ അത് ചോദിക്കാൻ നീ ആരടാ? പൗലോസ് വിട്ടിട്ടോട് പോരെന്ന് പറയാൻ നിനക്കെന്താ അവകാശം? അതിനുള്ള അവകാശം ഇപ്പൊ എനിക്കുണ്ട്. നിനക്ക് അവളെ കെട്ടിച്ചെന്നിട്ടൊന്നുമില്ലല്ലോ. നിനക്ക് ഇവിടെ എന്ത് കാര്യം? നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ? പൗലോസ് കുട്ടിയെ നീ തല്ലുന്നത് ഒന്ന് കാണാമെന്ന് കരുതി വന്നതാ. എന്നാ പൗലോസ് കുട്ടിയെ വേണ്ട, നിന്നെ അയക്കണം. എടാ, നിന്റെ കഷ്ടകാലത്തിന് അയ്യോ! അള്ളിപ്പെരുമാളുടെ വെടിക്കിട്ട് പോയിരിക്കുന്നു അവന്റെ പ്രയോഗം. ഇതുകൊണ്ടൊന്നും തീർന്നെന്ന് വിചാരിക്കേണ്ട നീയും കരുതിക്കോടാ. ആ അമ്മേ, പൗലോസേനെ അടിക്കല്ലേ, പൗലോസേനെ അടിക്കല്ലേ, അമ്മേ, പൗലോസേനെ അടിക്കല്ലേ, പൗലോസേനെ അടിക്കല്ലേ അമ്മേ. എന്തിയാനച്ചി, ഇങ്ങനെ പുറക്കത്തിൽ ആ കഴിവേരുടെ വിചാരം തന്നെയല്ലേ? കിടന്നുറങ്ങണേ മര്യാദക്ക്. അവിടെ ഒരു പൗലോസായൻ. പൗലോസും മേരിക്കുട്ടിയും കുട്ടിക്കാലം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്നവരല്ലേ? പ്രായമായപ്പോഴും അവർ കാണുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്നു. അതൊരു കുറ്റമായി കണക്കാക്കാൻ ഒക്കൂ? അച്ചോ, അച്ഛൻ ഇതൊക്കെ നിസ്സാരമാ. അവളെ കണ്ട അലവലാതിക്ക് കൊടുക്കാൻ എനിക്കിഷ്ടമല്ല. അങ്ങനെ വേണമെന്ന് ആര് പറഞ്ഞു? അച്ചോ, പൗലോസിനെ അച്ഛൻ പറഞ്ഞു നിർത്തണം. അവന് കുടുംബമുണ്ടോ? അപ്പനമ്മമാരാരാണെന്ന് ആർക്കെങ്കിലും അറിയാവോ? രസമേ, നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. കുടുംബമഹിമയും വലിപ്പച്ചെറുപ്പും എല്ലാം ഉണ്ടാക്കുന്നത് നമ്മളല്ലേ? എന്തെല്ലാം പറഞ്ഞാലും കളപ്പരയ്ക്ക് തോമയുടെ മോളെ ഒരു അനാഥ ചെറുക്കന് ഞാൻ കൊടുക്കുകയല്ല അച്ചോ. ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം മറക്കരുത്, പൗലോസിനെ ഞാനാണ് വളർത്തുന്നത്. അച്ഛൻ എനിക്കൊരു ഉപകാരം ചെയ്തു തന്നാ മതി. പൗലോച്ചനും മേരിക്കുട്ടിയും തമ്മിൽ ഇനി കാണരുതെന്ന് പറയണം. പുളിമുട്ടിലെ കറിയാച്ചനെ സ്വത്തൊന്നും കൂടാതെ തന്നെ അവളെ കെട്ടിക്കൊള്ളാമെന്ന് സമ്മതിച്ചിരിക്കുക. ഓ, അങ്ങനെയാണോ? ത്രേസ് വിഷമിക്കണ്ട, ഞാൻ പൗലോസിനോട് പറയാം. ത്രേസിപ്പിക്കൂ. അങ്ങനെ വല്ലതും ഉണ്ടായാൽ? ഇല്ലെന്നല്ലേ പറഞ്ഞത്? പൗലോസ് കുട്ടി, എന്തോ
പൗലോസ് മേലാൽ ട്രേസിയുടെ മകളെ കാണരുത്, സംസാരിക്കരുത്. മോനെ, അച്ഛന് നിന്നെക്കുറിച്ച് ഏറെ പ്രതീക്ഷകളുണ്ട്. ഞങ്ങൾ തമ്മിൽ എല്ലാം എനിക്കറിയാം. മോനെ, മനുഷ്യരുടെ വായ മൂടിക്കെട്ടാൻ നമുക്കാവൂ? സ്നേഹം ദൈവീകമാണ്, അങ്ങനെ കാണുകയും വേണം. പണത്തെയും പദവിയെയും സ്ഥാനമാനങ്ങളെയുമാണ് ഇവിടെ മനുഷ്യൻ സ്നേഹിക്കുന്നത്, മനുഷ്യനെയല്ല. പൗലോസ് ഒരാളെ മാത്രം സ്നേഹിക്കേണ്ടവനല്ല. അച്ഛോ, മേരിക്കുട്ടിക്ക് എന്നോട്... നീ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക, പ്രതിഫലം ഇച്ഛിക്കാതെ സ്നേഹിക്കുക. സമസൃഷ്ടികളെയെല്ലാം ഒരുപോലെ സ്നേഹിക്കാൻ കഴിവുള്ള മനസ്സിന്റെ ഉടമയ്ക്കാണ് സ്വർഗരാജ്യത്തിന് അർഹത. എനിക്കൊരു ജീവിതം തന്ന അച്ഛനാണ്. അച്ഛൻ പറയുന്നത് അനുസരിക്കാൻ ഞാൻ കടപ്പെട്ടവനാണ്. നിനക്ക് നല്ലത് വരും. നീ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്നവനാവും.